എടാ 5 റൗണ്ട് അവൻ എടുത്ത്, നീ കൊച്ചു റൗണ്ട് എടുത്തില്ലേ? എടാ എടുക്കടാ. എടാ എങ്ങനെയാണ് അടിക്കുന്നത് ഇതൊക്കെ? അത് ഡിഫോൾട്ട് ആണോ കിടക്കുന്നത്? കസ്റ്റത്തിൽ ഡിഫോൾട്ട് ആക്കാൻ പറ്റില്ല, അങ്ങനെയല്ലോ. എടാ അങ്ങനെ വെച്ച് നോടാ 2 HP. എടാ 2 HP നോക്കോ. ഏത് അതല്ല, അങ്ങനാണ് അവർക്ക് ഡാമേജ് സ്നൈപ്പറിന് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു കാര്യം. ഇങ്ങനെയാടാ ഇത്ര പെട്ടെന്ന് ഒരു ഭ്രാന്തനാണ് ശരിയായ പേര്. കളി പോയി. ഒരുത്തൻ തീർന്നു. വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഈ മാച്ച് കഴിഞ്ഞിട്ട് നീ മോഡാക്കണ പറഞ്ഞു. എനിക്കത് ഇട്ടോ ഞാൻ കണ്ടൂലില്ല അവര്. വീണില്ല മോനെ. 3 പേര് ഡൗൺ ആയി. എന്താ അടിയാ അവനടിക്കുന്നത്? ആദ്യത്തെ ഹെഡ് എനിക്ക് ഇഷ്ടായി. എടാ കളി കഴിഞ്ഞോ? പ്ലെയറാ കാണണ വേണ്ട. ഇല്ല വരുന്നില്ല. ഏത് ജില്ല? ആദ്യത്തെ ഷോട്ട് സെറ്റായി. എനിക്ക് എടാ ഒരു പ്ലെയർ ഉണ്ട്, ഗുലാനൊരു പ്ലെയറിനെ കിട്ടി തരാന്ന് പറയണോ. പ്ലെയറൊക്കെ നൈസാ. മോനെ എങ്ങനെയെങ്കിലും വിളിക്കണം. അടുത്തൊരു അടി കൂടെ കിട്ടിയ എന്റെ നോക്കട്ടെ. ഗോഡ് ഷട്ടറിനെ കളി നോക്കട്ടെ. എടാ ഈ ഗിൽഡിലുള്ളതാണോ? ഞങ്ങളുടെ ടീമിൽ ഒരുത്തൻ ബോട്ടായി. പിന്നെ ഇവിടെ തൊടുന്നതെല്ലാം ബോഡി ഷോട്ട് ആണെങ്കിൽ എന്താ കറക്റ്റ് കൊള്ളുന്നില്ലേ? അത് 150 ഒറ്റ അടിക്ക് പോകുന്നത്. ഇങ്ങനെ സ്വിച്ച് ചെയ്ത് അടിക്കുന്നത്. എയിമും കൊള്ളുന്നുണ്ട്, അടിക്കണ ഒരടി പോലും മിസ്സാവുന്നില്ല. അടിക്കണ എയിം കൊള്ളുന്നുണ്ടോ? അത് പടം സ്വിച്ച് ചെയ്യുന്നുണ്ടോ? അത് ഇങ്ങനെയാണോ കളിക്കുന്നത്? കഴിവേ. അപ്പുവേ നിനക്ക് വേണ്ടടാ ഇങ്ങനെ ഒരെണ്ണം. നോക്കിയോ ഇവന്റെ ഈ അടി നോക്കിയോണേ. ഇവൻ ഈ അടി അടിക്കുന്ന നോക്കിയോ, കൃത്യം ഉള്ളൂ. കണ്ടോ ശരിയായ ഇടപെളിയും പ്ലെയർ. അത് ഗസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ലൈക്ക് പാനലാണെന്നൊക്കെ പറഞ്ഞ് പോടാ. അതുകൊണ്ടാ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങൾ നിന്നെ പാനലാണെന്ന് പറഞ്ഞ് വിലയിരുത്തി ലൈക്ക് അടിച്ച് പറഞ്ഞല്ല. ഞങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഞാനല്ലടാ പറഞ്ഞ DP പറഞ്ഞു. നീ പാനൽ നിന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ DP ആണ്. നമ്മളെക്കാളും കൂടുതൽ DP ഞാൻ പറഞ്ഞു. അത് പറയാൻ പറ്റില്ല. അവന്റെ സ്കില്ലല്ലേ പാനൽ അടിച്ചാ ബോഡിയും കയറും പറഞ്ഞത് സത്യം. ഞാനും മാറിലും പറഞ്ഞതാണ് പാനൽ അല്ല സ്കില്ല്. അവൻ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തെടുത്ത പ്ലെയർ ആണ്. ഞങ്ങൾ നല്ല പോലെ നിന്നെ സപ്പോർട്ട് ചെയ്തടാ. DP പറഞ്ഞ DP ആയിരുന്നു നിന്നെ. എടാ നോക്കോ ബ്രോ ഓട്ടോ എയിം AW ആണ്. എടാ പോടാ. ഓട്ടോ എയിമോ? എടാ അവൻ നല്ലപോലെ കളിക്കുന്ന. ഓട്ടോ എയിം എന്ന് പറയാൻ പറ്റത്തില്ല. ഓട്ടോ എയിം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓട്ടോ എയിം ആണെങ്കിൽ അവൻ അപ്പുറം അടിച്ചാൽ നമുക്ക് കൊള്ളു. എടാ ഓട്ടോ എയിം അടിച്ചിട്ട് ക്രിസ് ആടാ ഇത് പണിക്കുള്ള കളിയാ. എടാ അറിഞ്ഞോണ്ട് AW എടുത്താല, അറിയാണ്ട് കേറിയാണ് കേട്ടോ. എടാ അവന്മാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇവൻ അടിക്കാൻ എന്ത് സ്വിച്ചിങ്ങടാ. എങ്ങനെടാ
ഞാൻ മുട്ടാത്തവന്റെ ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടോ? വേണ്ട. ഇല്ല കേട്ടോ. ആ കേൾക്കണം. ഒരടി എടാ എനിക്കത് തോന്നി. നെറ്റ് തീർന്നിട്ട് റീചാർജ് ചെയ്യാൻ പോകും. എടാ ശരിയായ അടിയോ വാടിക്കുന്നേ. എനിക്കൊരു പേടി. എന്റെ അടി അവന്റെ പെണ്ണിക്കോ എനിക്ക് പേടിയാണ്. അടിക്കുന്ന അടി കൊള്ളൂട. അവ അടിക്കുന്ന അടി എങ്ങനെയും കൊള്ളിക്കും. ഞങ്ങളുടെ ടീമിൽ ആരും ജില്ല എടാ ഒരു അടിയും കൂടി അടിച്ച് ആ ഹാൻഡില് വൈപ്പ് എടുത്തു. ഹലോ എനിക്കൊരു പ്ലെയറിനെ കളിക്കുന്ന ഒരു കിണ്ണം പ്ലെയറിനെ കൊണ്ടുപോവാ. ഡെസേർട്ട് ലീഗിൽ നിന്ന് കളിക്കുന്ന ഒരു കിടിലം പ്ലെയറിനെ കൊണ്ടുപോവാ. സെറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒന്ന് മറ്റേ ഐഷോ കോക്കനെ കിട്ടിയിട്ടുണ്ട്. വേറെ ആരും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് കെൻസോ ഉണ്ട്. രണ്ടുപേരെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ വെച്ചിട്ട് ഒരു 1v4 കളിക്കും. വേണമെങ്കിൽ ഇവരെ 4 പേര് വീസ് റേസറിനെ വെച്ച് നോക്കാം. ഇവര് 4 പേര് വീസസ് റേസ്റ്റർ കിടില മാച്ച് ആയിരിക്കില്ലേ? 4 പ്രോ പ്ലേയേഴ്സ് വീസസ് റേസ്റ്റർ. എന്താ നീ പറയുന്നത്? നാമ അടിച്ചോളൂ. എടാ ഞാൻ നല്ല ഡാമേജ് കൊടുത്ത അവന്. ആ നല്ല ഡാമേജ് 36 HP ഉള്ളൂ. ഒരു ചാൻസ് കൂടി തരാം. എടാ ഇനി അത്യാവശ്യം കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ റൂമിൽ നിൽക്കുക. അവരെല്ലാം കഴിയട്ടെ. എടാ 5 റൗണ്ട് അവനെടുത്ത് നീ കൊച്ചു റൗണ്ട് എടുത്തില്ലേ? എടാ എടുക്കടാ നീ. അതുകൊണ്ട് അവൻ വരുവാണെങ്കിൽ അല്ല അവൻ തരുവോ അത് നീ അങ്ങ് വിഴുങ്ങി. അതങ്ങ് നീ വിഴുങ്ങി. 1500 കൊണ്ട് കളഞ്ഞിട്ട് വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു അവൻ കഴിവേറി. ഒരു കാര്യം ചെയ്യും, അവൻ നൈറ്റ് എങ്ങാനും വരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ കസ്റ്റം സെറ്റ് ചെയ്ത് തരാം. ഞാൻ പോയി എടുക്കാം. അവൻ എവിടെ ഓടിച്ചു. ആ ഓക്കെ ഒരുത്തൻ വീണു. എടാ അത് തന്നെ മതി. എടാ ഓക്കെ ബ്രോ അടുത്ത ഞാൻ എന്നെ കൊണ്ടുപോകും. എടാ എനിക്ക് കസ്റ്റമർ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ കളിക്കട്ടെ. ആ 500 രൂപ നോക്കട്ടെ. എനിക്ക് നിങ്ങൾ കളി 1500 രൂപയുടെ മാച്ചാണ്. ആരും ജയിക്കുന്നോ അയാൾക്ക് 1500. എടാ എങ്ങനെയാണ് അടിക്കുന്നത് ഇതൊക്കെ? അത് ഡിഫോൾട്ട് ആണോ കിടക്കുന്നത്? കസ്റ്റത്തിൽ ഡിഫോൾട്ട് ആക്കാൻ പറ്റൂല. അങ്ങനെയല്ലോ. എടാ അങ്ങനെ വെച്ച് 2 HP. എടാ 2 HP നോക്കോ. ഏത് അതല്ല അങ്ങനാണ് അവർക്ക് ഡാമേജ് സ്നൈപ്പറിന് പെട്ടെന്ന് കേറും. മനസ്സിലാവാത്തൊരു കാര്യം ഇങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്. ഇവര് ഭ്രാന്തരാണ്. ശരിയായ പ്ലെയർ. ഇവനെ സമ്മതിക്കണം. ശരിയാടാ ശരിയായ പ്ലെയറാടാ അവൻ. 11K. എടാ അവൻ എന്തായാലും സ്ക്രിപ്റ്റ് ഇട്ട് കളിക്കണായിരിക്കൂല. ഇത്രയും ലൈക്ക് അവന്റെ അക്കൗണ്ടിൽ ലൈക്ക് കണ്ടു. പോരാഞ്ഞിട്ട് നല്ല അക്കൗണ്ട്. ഇതിനകത്തൊക്കെ ഇട്ട് സ്ക്രിപ്റ്റ് ഇട്ട് കളിക്കണമെങ്കിൽ ഇതിനകത്ത് പാനൽ ഇട്ട് കളിക്കണമെങ്കിൽ അവൻ ചില്ലറ കുഴപ്പമൊന്നും അല്ല അവൻ. അതുകൊണ്ട് ഇത് പാനൽ ആയിരിക്കാൻ ചാൻസ്. അവന്റെ അത്യാവശ്യം നല്ല ഇവ തുള്ളിച്ചാടി അടിക്കുന്ന ഫേക്ക്. ആടാ നിനക്ക് അടി കൊണ്ട് വീണപ്പോ നിനക്ക് വേഗം റീലോഡിംഗ് സ്പീഡ് ഉണ്ടോ അവന് നല്ലോണം? ഇവിടെ 0-6 ആ. ഇവിടെ ഒരു റൗണ്ട് എടുക്കടാ. എന്റെ കൂടെ 1v1 വരും. ഞാൻ മൻമൻ ആരോടെയും കളിക്കാറില്ല. ഞാനൊരു എൽഗാറ്റ മേടിച്ച് ഒരു PC ഒന്ന് ഫോണിൽ കളിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കളിക്കുള്ളൂ. ഇത് കഴിഞ്ഞ ആരെങ്കിലും ഇനി 1v4 ഉണ്ടോ? അത് നീ തുറക്കുമ്പോ തന്നെ എനിക്ക് കിട്ടും. സത്യം. അവൻ എവിടെ എടാ അവൻ കറക്റ്റായിട്ട് കൊണ്ടാൽ നിനക്ക് എന്നെ കിട്ടുമോ? കണ്ടില്ലേ? അത് ഉറപ്പാ. അത് നീ എവിടെ തുറന്നാലും കിട്ടുമെന്ന് ഉറപ്പാ. അല്ലല്ല 7-0 ഞങ്ങക്ക് ഒരു മാച്ച് പോലും നിങ്ങൾ എടുത്തില്ലല്ലോ. നാലേക്ക് വേണം എനിക്ക് സങ്കടം. ഒന്നെടുക്കടാ. എടാ ഒരു മാച്ച് ഒന്ന് അവനെ കൊല്ലടാ. ആരെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഒരു 3v2 ആയേ. കാരണം ഞങ്ങളുടെ ഒരുത്ത ഇത്ര നേരമായിട്ടും ബോട്ടായിരുന്നു. അവൻ നിന്നിട്ടും കാര്യമില്ല. ശരി ഇവന് ഏതോ എടാ അടുത്ത 1v4 കളിക്കുണ്ടെങ്കിൽ വന്നോട്ടാ.
അടിച്ചു വാ. പക്ഷെ നല്ല പ്ലേ ഇതുപോലെ നല്ല ഡെസേർട്ട് ഇങ്ങനെ കളിക്കണം. എടാ ഓ നൈസറാ. ആരടിച്ചേ? ഇത് ആ നാലാം ക്ലാസ് എല്ലാരും നാലാം ക്ലാസ് എടുക്കാനാണോ? 4ാം ക്ലാസ് മതി. എടാ എനിക്കിത് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാ. ഓക്കെ എടാ എന്നാലും എവിടെ വിളിച്ച് എങ്ങാടെ ഇമ്മാതിരി കളി കളിക്കാൻ പറ്റുക? കഴിയാണ് കേട്ടോ. ശരിയാണ് നേരാണ്. കളിക്കുന്ന പ്ലെയറാ. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എടാ ഈ പുള്ളിക്കാരൻ അക്കൗണ്ടിൽ ലൈക്ക് എത്രയാണ്? എനിക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റത്തില്ല. അതാ എവിടെ ഏത് ഗിൽഡിലെ പ്ലെയർ ആയാലും ശരിയായ പ്ലെയർ ആയിട്ടോ പുള്ളിക്കാരൻ. ഗോഡ് ചേട്ടൻ ഏത് ഗിൽഡിലെ പ്ലെയർ ആയാലും ശരിയായ പ്ലെയർ ആണ്. എവിടെ വിളിച്ച അമ്മാതിരി കളിയടാ. ഇതേടാ ഈ ഗിൽഡിന്റെ പേരെന്താ? 4 days സ്പോർട്സോ? എടാ വീണ്ടും എടാ കളി പോയി. ആ നീയൊക്കെ ഒരു റൗണ്ടൊക്കെ എടുത്തല്ലോ. സന്തോഷാടാ. എനിക്ക് എനിമീസിന്റെ കാര്യം ഓർത്തിട്ട് ഇപ്പഴും ഒരു സന്തോഷമുണ്ട്. ഡെസേർട്ട് ഈഗിൾ കളിച്ചാലോ? എടാ ഡെസേർട്ട് ഈഗിൾ വെച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്താടാ. ഒള്ളി ഡെസേർട്ട് ഈഗിൾ പ്ലെയർ ആയിരിക്കണം. ഡെസേർട്ട് ഈഗിൾ ഇവൻ ഏത് തെക്കിലടിച്ചാലും വടക്കിലവന്മാരെ എനിക്ക് തന്നെ കൊള്ളും.